സങ്കടങ്ങളുടെ പെരുമഴയ്ക്ക് മീതെ എല്ലാ കാലത്തും സ്വർഗത്തിലെ ദൈവം പ്രതീക്ഷയുടെ മഴവിൽ ഒരുക്കാറുണ്ട്. എല്ലാ സ്നേഹിതർക്കും ഇതൊരു സന്ദേശമാണ്. പരിശുദ്ധ പരിമല പുണ്യവാന്റെ ജീവിതത്തിൽ അദ്ദേഹം കൊച്ചു ഷെമാശനായിരുന്ന 12-ാമത്തെ വയസ്സിൽ മരണകരമായ വസൂരി ബാധിക്കുന്നുണ്ട്. മരുന്നോ പ്രതിവിധികളോ ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ മരണത്തെ മുഖാമുഖം കാണുന്ന ആ പ്രിയ പുണ്യവാൻ ലോകത്തിന്റെ ഔഷധങ്ങളും സങ്കേതങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് അപാരമായ ത്യാഗത്താൽ മരുന്ന് വേണ്ട എന്റെ മശിഹാ മതിയെന്ന് തന്റെ തീരുമാനത്തെ മുദ്രവയ്ക്കുന്നുണ്ട്. ആ രോഗക്കിടക്കയിൽ പരിശുദ്ധ ദൈവമാതാവ് ഉണ്ണിയേശുവിനെ കരങ്ങളിൽ വഹിച്ച് തന്റെ രോഗക്കിടക്കയിലേക്ക് വരുന്നുണ്ട്. അതൊരു പുതിയ ദർശനമായിരുന്നു. അതൊരു വിശുദ്ധ ജീവിതത്തിന്റെ അടയാളമായ മഴവില്ലായിരുന്നു. ആ വിശുദ്ധ ജീവിതത്തിന്റെ തിരുപ്പാധേയമായി ആ ദർശനം മാറുന്നുണ്ട്. എല്ലാ ജീവിതങ്ങൾക്കും നമ്മുടെ വേദനകൾക്കും മീതെ നാം കാണാത്തൊരു മഴവില്ല് ഉണ്ടാകാറുണ്ട്. പക്ഷേ മഴവില്ല് ഉയരങ്ങളിലാണ് കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്താം. പ്രതീക്ഷയുടെ തിരുനാളം എവിടെയോ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നുണ്ട്. തന്റെ പ്രിയ ഗുരുനാഥന്റെ രോഗവേദനയിൽ പ്രിയ ശിഷ്യന്മാരൊക്കെ സുരക്ഷയെ കരുതി മാറി. എന്നാൽ മുളന്തിരുത്തിയിലെ കൊച്ചു ഷെമാശൻ ആ രോഗക്കിടക്കയ്ക്കരികെ നിന്നു. തുടർന്ന് അദ്ദേഹം രോഗത്തിലേക്ക് വീഴുകയായിരുന്നു.